മുറിക്കാൻ 18 വയസ്സാകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ഏത് മതാവകാശം? അവിടെയൊക്കെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കാൻ വേണ്ടി ആളുകളുണ്ട്. CSKO യത്തീംഖാനയില് അറബി കല്യാണം നടന്നപ്പോ 18 വയസ്സാകാതെ പിഞ്ചു കുട്ടികളെ അവരുടെ ഇഷ്ടം നോക്കാതെ അറവുമാടുകളെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തില് പെണ്ണിനെ ഉപയോഗിക്കാനുള്ള ത്വര കൊണ്ട് മാത്രം ഒരുപക്ഷെ വേശ്യാലയത്തിൽ പണം കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണ് എന്ന് കണ്ടിട്ട് നാട്ടിൽ ഇത്തിരി നാൾ വരുന്നവർക്ക് വേശ്യാലയങ്ങളിൽ കൊടുക്കുന്ന പണത്തേക്കാൾ ലാഭമാണ് ഒന്നിനെ കെട്ടി 10 ദിവസം കൊണ്ടു നടക്കുന്നത് എന്ന മൃഗീയമായ കാഴ്ചപ്പാടില് വിവാഹം കഴിക്കാൻ വരുമ്പോൾ വിത്തും വേരും ചോദിക്കാതെ സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല. സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല. അന്യന്റെ മക്കളെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് കേരളം ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായി. ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കാം. സാധാരണ എല്ലാവരും കാലിനനുസരിച്ച ചെരുപ്പാ മേടിക്കുക. ഇവിടെ ചെരുപ്പിനനുസരിച്ച കാല് മുറിച്ചു. 18 വയസ്സാകാതെ അതിലേക്ക് ചുരുങ്ങിയത് പിന്നെ അറബി കല്യാണം 18 വയസ്സാകാത്ത വിവാഹം എന്നതിലേക്ക് ചുരുങ്ങിയപ്പോ അവിടെ മന്ത്രി രക്ഷിക്കാൻ ചെന്നു. ജൂൺ മാസം 13-ാം തീയതി ഉത്തരവ്. അതിന് കഴിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. ജൂൺ മാസം 13-ാം തീയതി ഉത്തരവ്, മന്ത്രിയുടെ ഉത്തരവ് എല്ലാ മറ്റേ എന്താ പറയണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്തി. ഇട്ട മന്ത്രി നിസ്സാരക്കാരനൊന്നുമല്ല, എന്നെ പോലെ വർഗീയവാദിയൊന്നുമല്ല. ഇട്ട മന്ത്രി നല്ല മൊഞ്ചുള്ള നല്ല തികഞ്ഞ മതേതരവാദിയാണ്. CH മുഹമ്മദ് കോയയുടെ മകനാണ് എന്നുള്ളത് മാത്രമൊന്നുമല്ല അദ്ദേഹം മതേതരവാദി എന്ന് പറയാനുള്ള കാരണം. അദ്ദേഹം പാട്ടുകാരനാണ്, ഡോക്ടറാണ്, അല്ലെ? അങ്ങനെ ഒരുപാട് മതേതരത്വമുള്ള ആളാ. അതുകൊണ്ട് മൂപ്പരൊരു ഉത്തരവാണ് ഇറക്കി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 മതി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 മതി. ലാക്കട്ടറോട് എല്ലാരും ചോദിച്ചു, ലാക്കട്ടറെ ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവണത് മതം നോക്കിയിട്ടാണോ? നമുക്കറിയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16. ഈ പെൺകുട്ടികളുടെ പ്രായപൂർത്തി ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ ആദ്യം പ്രായപൂർത്തിയാവുമോ? ലാക്കട്ടറോട് ചോദിച്ചപ്പോ ലാക്കട്ടർക്ക് ഒരു ഉത്തരവില്ല. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ചില ഉത്തരം തന്നു. ഞങ്ങളുടെ അങ്ങനത്തെ സംശയത്തിന് ചെറുപ്പക്കാർക്ക് ഒരു ഉത്തരം ഉണ്ടായി. അവര് പറഞ്ഞ ഉത്തരം ശരിയെന്ന് എനിക്ക് തോന്നി. അതെന്താ? ഞങ്ങളുടെയൊക്കെ വീടുകളില് ആ പറഞ്ഞ കുട്ടികളുടെ നാടൻ മാവ് കഴിക്കാൻ 10-15 കൊല്ലെടുത്തു. നാടൻ മാവിന്റെ ഒരു കായ ഉണ്ടായി കാണാൻ. പക്ഷെ സങ്കര ഇനം മാവുകൾ 3-ാം കൊല്ലം കഴിച്ചു. 3-ാം കൊല്ലം കഴിച്ചു. അപ്പൊ 2 മാവല്ലേ? പക്ഷെ സങ്കര ഇനം 3-ാം കൊല്ലം കഴിച്ചു. നാടൻ മാവ് 15. ബാക്കി ചിന്തിക്കുക. ലാക്കട്ടർ അതാവും കണ്ടിരിക്കണത്. അന്ന് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ ഇറങ്ങി വന്ന ലാക്കട്ടർ ഇപ്പോഴും ഇറങ്ങി.